ചില കളികൾ പുറത്തുനിന്ന് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അത് ചിലപ്പോൾ ജീവിതം തകർത്ത് കളയുന്ന ഒരു ചതിയായിരിക്കും. വെൽക്കം ടു അവർ സ്റ്റോറി രാക്ഷസവേദ എപ്പിസോഡ് 7. മഴ താളം പിടിച്ച് പെയ്യുന്ന രാത്രി. ഹോട്ടൽ എൻട്രൻസിലെ ലൈറ്റുകൾ മങ്ങിയിരുന്നു. വേദ പതുക്കെ പുറത്തേക്ക് നടന്നു. ഹീൽസിന്റെ ശബ്ദം മഴയുടെ ഇടയിൽ മങ്ങി കേൾക്കുന്നു. അർജുൻ കാർ ഡോർ തുറന്നു. വേദ, ഐ ക്യാൻ ഡ്രോപ്പ് യു, അവൻ ശാന്തമായി പറഞ്ഞു. വേദ ചെറിയൊരു ചിരി നൽകി. താങ്ക് യു, ബട്ട് ഞാൻ മാനേജ് ചെയ്യാം. അർജുൻ ഒന്നും ഫോഴ്സ് ചെയ്തില്ല. പക്ഷേ അവൻ്റെ കണ്ണുകൾ അവളെ വിട്ടില്ല. ആർ യു ഷുവർ, അവൻ വീണ്ടും ചോദിച്ചു. വേദ തല അനക്കി ആണെന്ന് പറഞ്ഞു. പിന്നെ പതുക്കെ ഫോൺ എടുത്ത് നോക്കുന്ന പോലെ അഭിനയിച്ചു. പക്ഷേ സത്യത്തിൽ അവൾ അർജുൻ്റെ കണ്ണുകളെ അവോയ്ഡ് ചെയ്യുകയായിരുന്നു. കാരണം അവളുടെ മനസ്സ് മുഴുവൻ മറ്റൊരാളിലാണ്, ദക്ഷിൽ. അവൾ ചുറ്റും നോക്കി. ആളുകൾ, കാറുകൾ, ലൈറ്റുകൾ. പക്ഷേ അവനെ കാണുന്നില്ല. ഒരു കറുത്ത കാർ കടന്നു പോകുമ്പോൾ അവൾ ഒരു സെക്കൻഡ് നിൽക്കുന്നു. ദക്ഷാണോ എന്ന് നോക്കുന്നു. പക്ഷേ അല്ല. അർജുൻ അത് ശ്രദ്ധിച്ചു. അവൻ വേദയോട് ചോദിച്ചു, സമൺ ഇസ് ഓൺ യുവർ മൈൻഡ് റൈറ്റ്? വേദ ഞെട്ടി നിന്നു. മഴ കൂടുതൽ ശക്തമായി. അവളൊന്നും പറഞ്ഞില്ല. അവളുടെ നിശബ്ദത തന്നെ അവനുള്ള മറുപടിയായിരുന്നു. എന്നാൽ കാർ പാർക്കിംഗ് ഏരിയയിൽ കാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ദക്ഷ് ഇനിയും മുന്നോട്ട് പോകാതെ ഇരിക്കുന്നു. സ്റ്റിയറിംഗ് വീൽ അവൻ 2 കൈകൊണ്ടും ടൈറ്റായി പിടിച്ചു. വെളിച്ചം കുറഞ്ഞ കാർ ഇന്റീരിയറിൽ അവൻ്റെ കണ്ണുകൾ മാത്രം കത്തുന്നത് പോലെ. കോപം, വേദന, അസൂയ എല്ലാം ഒരുമിച്ച് തിളച്ചു പൊന്തുന്നു. സിഇഒ, യു ആർ സെറ്റിൽ, അവൻ പതുക്കെ സ്വയം ചിരിച്ചു. പക്ഷേ അത് സന്തോഷത്തിൻ്റെ അല്ല, അതൊരാളുടെ തകർന്ന ഹൃദയത്തിൻ്റെ വേദനയായിരുന്നു. വുഡ് ബി ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും ഞാൻ എന്തിനാ ഇങ്ങനെ? അവൻ്റെ ശബ്ദം കാറിൻ്റെ അകത്ത് തന്നെ മുറിഞ്ഞുപോയി. പെട്ടെന്ന് വേദയുടെ ചിരി, അവനെ അവഗണിച്ചത്, അർജുൻ്റെ സാന്നിധ്യം, ഇതൊക്കെ മനസ്സിലേക്ക് വന്നപ്പോൾ ദക്ഷ് പല്ലുകൾ കടിച്ച് സ്റ്റിയറിംഗ് വീൽ കൂടുതൽ ശക്തമായി പിടിച്ചു. അവൾ എന്നെ നോക്കിയിരുന്നില്ല. പെട്ടെന്ന് അവൻ സ്റ്റിയറിംഗ് വീലിൽ കൈയടിച്ചു. കാർ അല്പം കുലുങ്ങി. വൈ ദ ഹെൽ ഡു ഐ കെയർ? അവൻ്റെ ശബ്ദം കാറിൻ്റെ ഗ്ലാസ്സിലടിച്ച് തിരിച്ചു വന്നു. പക്ഷേ ആ ചോദ്യത്തിന് മറുപടി അവന് തന്നെ അറിയാം. കാരണം കെയർ ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ സംഘർഷം. അതാണ് അവനെ തകർക്കുന്നതും. അവൻ തല ബാക്ക് സീറ്റിലേക്ക് തട്ടിച്ച് കണ്ണുകളടച്ച് ശ്വാസം ആഞ്ഞു വലിച്ചു. അവൾ എനിക്ക് ഒന്നുമല്ലെങ്കിൽ ഇത്ര വേദന എന്തിനാ? ഒരു നിമിഷം നിശബ്ദത. പുറത്ത് മഴ വീണ്ടും ശക്തമാകുന്നു. കാറിൻ്റെ വിൻഷീൽഡിൽ വെള്ളം ഒഴുകിപ്പോകുന്നു. അവൻ്റെ മനസ്സിൽ മാത്രം ആശയക്കുഴപ്പങ്ങൾ. മഴ കനത്തിരുന്നു. പാർക്കിംഗ് ലോട്ടിൽ ലൈറ്റുകൾ മഴത്തുള്ളികളിൽ തിളങ്ങുന്നത് പോലെ. വേദ ഒറ്റയ്ക്ക് നിന്നു. കയ്യിൽ ഫോൺ, മനസ്സിൽ കൺഫ്യൂഷൻ. വുഡ് ബി, അവൾ പറഞ്ഞ വാക്ക് ഇപ്പോഴും തലയിൽ എക്കോ ആകുന്നു. അവൾ ചുണ്ടിൽ മുറുമുറുത്തു. എന്തൊക്കെയാ പറഞ്ഞത് ഞാൻ? അങ്ങനെ അപ്പോൾ പിന്നിൽ നിന്ന് നൈസ് ആക്ടിങ്. വേദ തിരിഞ്ഞു. ദക്ഷ് കണ്ണിൽ ഇറിറ്റേഷനും അസൂയയും. വേദ, എന്താ? ദക്ഷ്, വുഡ് ബി അല്ലേ? കൺഗ്രാറ്റ്സ് വേദ. അവൾക്ക് ചെറുതായി കോപം വന്നു. താങ്ക്സ്, സാർ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. ചിരിച്ചു. ഫാസ്റ്റ് മൂവ് ആണല്ലോ. ഇന്നലെ വരെ ഒന്നുമില്ലായിരുന്നു. ഇന്ന് വുഡ് ബി. വേദയ്ക്ക് ദേഷ്യം കൂടി. അവൾ പറഞ്ഞു, അറ്റ്ലീസ്റ്റ് ഞാൻ ക്ലാരിറ്റി ഉള്ള റിലേഷനാണ്. മറച്ചു വെച്ചില്ലല്ലോ ഒന്നും. ദക്ഷിൻ്റെ മുഖം കട്ടിയായി. അവൻ മറച്ചു വെച്ചതോ? നീ എന്നെ ഉദ്ദേശിച്ചാണോ? വേദ, ഞാൻ സാറിൻ്റെ എൻഗേജ്മെൻറ്റ് ന്യൂസൊക്കെ മറ്റുള്ളവരിൽ നിന്നാണ് കേട്ടത്. ഒരു നിമിഷം നിശബ്ദത. മഴയുടെ ശബ്ദം മാത്രം. ദക്ഷ്, സോ ജലസായോ? വേദ, പ്ലീസ് ഓവറാക്കല്ലേ. ദക്ഷ്, ഉത്തരം പറയൂ വേദ. ജലസായോ? വേദ കണ്ണുകൾ മാറ്റി. സാർ ആരാണ് എനിക്ക് ജലസ് ഫീലാക്കാൻ? ദക്ഷ് ചിരിച്ചു. എക്സാക്ട്ലി, അതാണ് ഞാനും ചോദിക്കുന്നത്. അർജുൻ ആരാണ് നിനക്ക്? വേദയ്ക്ക് ക്ഷമ പോയി. ഹീസ് മൈ വുഡ് ബി, അത് മതി. ദക്ഷ് അടുത്തേക്ക് നിന്ന് ചോദിച്ചു. ഹൃദയത്തിലുണ്ടായിട്ടാണോ ഇല്ലെങ്കിൽ റിവെഞ്ച് ആണോ? വേദ ഒന്നും മിണ്ടിയില്ല. മഴ ശക്തമായി. വേദ തിരിഞ്ഞു നടന്നു. ദക്ഷ് പിന്നിൽ നിന്നും, ഡ്രോപ്പ് ചെയ്യണോ? വേദ, വേണ്ട, അർജുൻ വരും. ദക്ഷ്, ഓഫ് കോഴ്സ്, ഹീറോ വരും. സാറിന് സർക്കാസം കുറയ്ക്കാൻ പറ്റുമോ? ദക്ഷ്, നിനക്കെന്നെ അവോയ്ഡ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? വേദ, അവോയ്ഡ് ചെയ്യുന്നില്ലല്ലോ. ദക്ഷ്, കള്ളം. വേദ, സത്യം. അപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നു. അഞ്ജലി. വേദ, സോറിടാ, ഞാൻ ലേറ്റ് ആവും. നീ മാനേജ് ചെയ്യുമോ? വേദയ്ക്ക് ഫ്രസ്ട്രേഷൻ. ദക്ഷ് കാർ ഡോർ തുറന്നു. കയറൂ. വേദ, ഞാൻ. ദക്ഷ് ഇടയിൽ കയറി പറഞ്ഞു. ഡോണ്ട് വറി, എൻഗേജ്മെൻ്റ് ആയിട്ടുള്ള ആളല്ലേ, സേഫ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാം. വേദ കണ്ണുകൾ തുറച്ചു നോക്കി. പക്ഷേ അവസാനം കാറിൽ കയറി. കാറിനുള്ളിൽ നിശബ്ദത. ദക്ഷ് പതുക്കെ പറഞ്ഞു, സീറ്റ് ബെൽറ്റ്. വേദ, ആജ്ഞാപിക്കൽ വേണ്ട. ദക്ഷ്, കെയർ ആണ്. ഒരു നിമിഷം അവർ തമ്മിൽ കണ്ണുകൾ അകറ്റി. അവർക്കിടയിൽ ഇപ്പോൾ ദേഷ്യം, അസൂയ, പിന്നെ പറയാത്ത ഫീലിങ്സും. മഴയുടെ ശബ്ദത്തിൽ അവരുടെ ഹൃദയമിടിപ്പ് മാത്രം ഉച്ചത്തിലായി. പിറ്റേന്ന് ഓഫീസിൽ മധ്യാഹ്നത്തിൻ്റെ ശാന്തത ഓഫീസിനെ മുഴുവൻ മൂടിയിരുന്നു. ഗ്ലാസ് വാളുകൾക്കുള്ളിൽ കുരുങ്ങിയ ചർച്ചകളും കീബോർഡിൻ്റെ ശബ്ദവും മാത്രം. ആ സമയത്താണ് ലോബിയുടെ ഗ്ലാസ് ഡോർ പതുക്കെ തുറന്ന് അകത്തേക്ക് അർജുൻ വന്നത്. ഫോമൽ സൂട്ടിൽ കോൺഫിഡൻ്റ് ആയൊരു നിലപാട്. കാണുന്നവർക്കെല്ലാം തന്നെ സിഇഒ എന്ന് തോന്നുന്ന പോലെ. റിസപ്ഷനിൽ നിന്നവൾ പെട്ടെന്ന് എഴുന്നേറ്റ് റെസ്പെക്റ്റായി സംസാരിക്കാൻ തുടങ്ങി. ദക്ഷിണെ കാണാനാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ അവനെ ബോർഡ് റൂമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു.
ദക്ഷ് തന്റെ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്നു. ഫോൺ കോളിൽ ബിസിയായിരുന്നെങ്കിലും കണ്ണ് അനായാസം ലോബി ഭാഗത്തേക്ക് പോയി. ആ ഒരു നിമിഷം മതി. ദക്ഷ് അവനെ കണ്ടു. അർജുൻ. ദക്ഷിന്റെ മുഖം നിമിഷത്തിൽ മാറി. കണ്ണുകൾ അല്പം ചുരുണ്ടു. മനസ്സിലൊരു അസ്വസ്ഥത. ഇവൻ ഇവിടെ? ദക്ഷ് മുന്നോട്ടൊരു ചൂട് വെക്കുന്നതിന് മുൻപ് അർജുൻ. അവന്റെ പിന്നാലെ നിന്ന് കേട്ട ആ ശബ്ദം അവനെ നിർത്തിച്ചു. വേദ. അവൾ വേഗത്തിൽ നടന്ന് അർജുന്റെ അടുത്തേക്ക് എത്തിയിരുന്നു. മുഖത്ത് ഒരു സ്വാഭാവികമായ സന്തോഷം. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അറിയാവുന്ന ഒരാളോടുള്ള അടുപ്പം. ആ ചിരി ദക്ഷിന്റെ കണ്ണിൽപ്പെട്ടപ്പോൾ ഉള്ളിൽ എന്തോ കുത്തിയതുപോലെ തോന്നി. വേദ അവനെ ശ്രദ്ധിച്ചു. ദക്ഷ്, ദിസ് ഇസ് അർജുൻ. അവൾ പറയാൻ തുടങ്ങുമ്പോഴേക്കും ദക്ഷ് ഇടയിൽ കയറി പറഞ്ഞു, എനിക്കറിയാം. ശബ്ദം ശാന്തമായിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരു കട്ടിയുള്ള തണുപ്പ്. അർജുൻ ചെറിയൊരു മാന്യമായ പുഞ്ചിരി കൊടുത്ത് കൈകൾ നീട്ടി. ദക്ഷ് ഒരു നിമിഷം നോക്കി നിന്നു. പിന്നെ കൈ കൊടുത്തു. ആ ഹാൻഡ് ഷേക്കിൽ തന്നെ ഒരു മൗന മത്സരമുണ്ടായിരുന്നു. ഒരാൾ പോലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു പിടുത്തം. ദക്ഷ്. നേഹ അവിടെ എത്തി. അവൾ അർജുനെ നോക്കി സൗമ്യമായൊരു ചിരിയോടെ സംസാരിച്ചു. ദക്ഷ് നേഹയോട് സ്വാഭാവികമായി നിൽക്കുന്നത് വേദ ശ്രദ്ധിച്ചു. ആ ചെറിയ ദൂരം, ആ ചെറിയ അടുപ്പം വേദയുടെ ഉള്ളിൽ ഒരു ചലനമുണ്ടാക്കി. അവരുടെ എൻഗേജ്മെന്റ് എന്ന ആ ചിന്ത അവളെ അകത്തുനിന്നും വേദനിപ്പിച്ചു. നേഹ ദക്ഷുമായി കുറച്ച് മാറി നിന്നു. എന്നിട്ട് അവളുടെ അച്ഛനാണ് അർജുനെ DK അസോസിയേറ്റ്സുമായി പ്രോജക്റ്റ് കൊളാബറേഷന് മുന്നോട്ട് കൊണ്ടുവന്നതെന്നും ഇത് കളിയല്ല, ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരിക്കുമെന്നും അവൾ ഉറപ്പോടെ പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ പിന്നിൽ എന്തോ ചതിയുണ്ടെന്ന് ദക്ഷിന് മനസ്സിലായി. എങ്കിലും അവളെ വിശ്വസിക്കുന്നത് പോലെ നടിച്ച് പുതിയ പ്രോജക്റ്റിൻ്റെ തുടർ പ്ലാനിങ്ങിലേക്ക് അവൻ യെസ് പറഞ്ഞു. ബോർഡ് റൂമിൽ മീറ്റിംഗ് ആരംഭിച്ചു. അർജുൻ പ്രോജക്റ്റ് വിശദീകരിക്കുമ്പോൾ വേദ ഇടയ്ക്കിടെ പോയിന്റ്സ് ആഡ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ദക്ഷിന്റെ ശ്രദ്ധ ഒരിക്കലും അവളുടെ വശത്തേക്ക് തിരിഞ്ഞില്ല. മിസ്റ്റർ അർജുൻ, കണ്ടിന്യൂ. നമ്പേഴ്സ് ക്ലിയർ ചെയ്യാമോ എന്നിങ്ങനെ അവൻ ചോദിച്ചതെല്ലാം അർജുനോടായിരുന്നു. വേദ സംസാരിക്കാൻ വാ തുറക്കുമ്പോൾ ഓരോ നിമിഷവും അവൻ അവളെ നോക്കാതിരിക്കുന്നത് തന്നെ അവൾക്ക് വലിയൊരു മറുപടി പോലെ തോന്നി. അതേസമയം നേഹ ശാന്തമായി ഡിസ്കഷനിൽ ചേർന്നു. ചിലപ്പോൾ ദക്ഷിനോട് അടുത്തേക്ക് ചെരിഞ്ഞും എന്തോ പറയുകയും അവൻ അവളോട് തലകുനിച്ച് മറുപടി നൽകുകയും ചെയ്തു. ആ അടുപ്പം വേദയുടെ കണ്ണിൽ പതിഞ്ഞു. അവൾ തന്നെ മനസ്സിൽ ചിരിച്ചു. ഷോ ഓഫ് ചെയ്യാൻ വന്നിരിക്കുകയാണോ? മീറ്റിംഗ് അവസാനിച്ചപ്പോൾ ദക്ഷ് ചെറുതായി തല അനക്കി. ഇംപ്രസീവ് പ്രപ്പോസൽ. അവൻ അപ്പോഴും അർജുനെയാണ് നോക്കുന്നത്. നേഹ, നമുക്ക് ഇത് ഫർദർ ഡിസ്കസ് ചെയ്യാം. അവൾക്കൊപ്പം അവൻ പുറത്തേക്ക് നടന്നു. വേദ അവിടെ തന്നെ നിന്നു. ഒരു നിമിഷം ആരും കാണാത്ത പോലെ ഒറ്റയ്ക്ക് കോറിഡോറിൽ നിശബ്ദത. വേദ പതുക്കെ മതിലിനെ ആശ്രയിച്ചു നിന്നു. ഒരു ഡീപ് ബ്രത്ത് എടുത്തു. എന്താ എനിക്കിങ്ങനെ ഫീൽ ആവുന്നത്? അവൾ സ്വയം ചോദിച്ചു. അവൻ ആരോടൊപ്പം നിൽക്കണോ? നിൽക്കട്ടെ. പക്ഷേ അടുത്ത വാക്ക് പറയുമ്പോൾ ശബ്ദം അല്പം കുലുങ്ങി. പക്ഷേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാ ഇത്ര വേദന? അവൾ കണ്ണടച്ചു. കരയാനൊന്നും ശ്രമിച്ചില്ല. പക്ഷേ വേദന മറയ്ക്കാനും പറ്റിയില്ല. വേദ. അഞ്ജലി അടുത്തേക്ക് വന്നു. അവളുടെ മുഖം കണ്ടതോടെ തന്നെ എന്തോ ശരിയല്ലെന്ന് അവൾക്ക് മനസ്സിലായി. എന്താ പറ്റിയത്? ഒന്നുമില്ല, വേദ വേഗത്തിൽ പറഞ്ഞു. അഞ്ജലി ഒരു നിമിഷം നോക്കി നിന്നു. കള്ളം. ആ ഒരു വാക്ക് മതി. വേദ ഒരു നീണ്ട ശ്വാസം വിട്ടു. നേഹയും ദക്ഷും അവരുടെ ആ അടുപ്പം. വാക്കുകൾ മുടങ്ങി. എനിക്ക് സഹിക്കാനാവുന്നില്ല, അവൾ തുറന്നു പറഞ്ഞു. അഞ്ജലി കുറച്ചു നേരം ഒന്നും പറഞ്ഞില്ല. പിന്നെ ശാന്തമായി ചോദിച്ചു, വേദ, നിനക്ക് ദക്ഷിനെ ഇഷ്ടമാണോ? സമയം നിൽക്കുന്നത് പോലെ. വേദ തല ഉയർത്തി നോക്കി. മറുപടി പറയാൻ വാ തുറന്നെങ്കിലും പക്ഷേ ശബ്ദം വന്നില്ല. അവളുടെ നിശബ്ദത തന്നെയായിരുന്നു മറുപടി. അഞ്ജലി ചെറുതായി ചിരിച്ചു. അപ്പോൾ ക്ലിയർ ആണ്. അവൾ അടുത്തേക്ക് വന്നു. അസൂയ വെറും ഇറിറ്റേഷൻ അല്ല വേദ, അത് ഇഷ്ടമാണ്. വേദ കണ്ണു മാറ്റി. എനിക്കറിയില്ല. പറയണ്ട, അഞ്ജലി പറഞ്ഞു. എനിക്ക് മനസ്സിലായി. പിന്നെ അവളുടെ ശബ്ദം അല്പം സീരിയസ് ആയി. ദക്ഷിനെ പോലുള്ളവരെ ഈസിയായി ലോസ് ചെയ്യാം. ഒരിക്കൽ അവർ മൂവ് ഓൺ ചെയ്താൽ പിന്നെ തിരിച്ചു വരില്ല. വേദ കണ്ണുകൾ പതിയെ ഉയർത്തി. അഞ്ജലി കുറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ഇംപ്രസ് ഹിം. എന്തിനാ ഞാൻ? വേദ ഉടൻ ചോദിച്ചു. അഞ്ജലി ഒരു ചെറിയ പുച്ഛിച്ചിരി നൽകി. കാരണം നീ ഓൾറെഡി ലേറ്റ് ആണ്. ആ വാക്ക് വേദയുടെ ഉള്ളിൽ പതിഞ്ഞു. അവൾ വീണ്ടും ദക്ഷിണെ നോക്കി. ഇപ്പോൾ അവളുടെ കണ്ണിൽ വേദനയില്ലായിരുന്നു, ഒരു തീരുമാനമുണ്ടായിരുന്നു. അവളുടെ അധരത്തിൽ ചെറിയൊരു ചിരി തെളിഞ്ഞു. ഞാൻ ഗെയിം ചേഞ്ച് ചെയ്യും.